നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഏവർക്കും ഒരു ഓണാശംസകൾ നേർന്നുകൊണ്ട് സാക്ഷി ടി വി ചടയമംഗലത്തിന്റെ ഓണം എങ്ങനെ ആ ഒരു വിശേഷമായി നിങ്ങളോടൊപ്പം ചേരുകയാണ്. ഞങ്ങളിപ്പോൾ ചടയമംഗലം ടൗണിലുള്ള ഓട്ടോക്കാരും അതുപോലെ വ്യാപാരികളും സാധാരണക്കാരുമായിട്ടൊക്കെ തന്നെ ചടയമംഗലത്തിന്റെ ഓണവിശേഷങ്ങളുമായി നിങ്ങളോട് ഇപ്പം ഈ തത്സമയത്ത് ചേരും. ഞങ്ങളിപ്പോ BPM പച്ചക്കറി സ്റ്റാളിന്റെ ഫ്രണ്ടിലാണ് ചടയമംഗലം ടൗണിലെ. പച്ചക്കറി നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. നമുക്ക് പച്ചക്കറി സ്റ്റാളിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് തിരക്കറിയാം. ഓണം എങ്ങനെ എന്നാണ് ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ ഈ ചോദ്യം. അപ്പൊ നമുക്കത് പ്രേക്ഷകരുമായിട്ടും ആൾക്കാർക്ക് തന്നെ ഈ വ്യാപാരികളുമായിട്ടൊക്കെ തന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഓട്ടോ കൂട്ടുകാരുമായിട്ടൊക്കെ തന്നെ നമ്മൾ പങ്കുവയ്ക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും ഈ തത്സമയത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോ ഇവിടെ ഈ പച്ചക്കറി സ്ഥലത്തിന് നല്ല തിരക്കുണ്ട്. പ്രകൃതി പ്രതികൂലമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോയതുകൊണ്ട് തന്നെ ഇന്നലെ വൈകുന്നേരം നല്ല മഴയുണ്ടായിരുന്നതുകൊണ്ട് അല്പം തിരക്ക് കുറഞ്ഞുവെങ്കിലും ഇന്ന് രാവിലെയൊക്കെ തിരക്ക് നല്ല രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട്. നമുക്കതിന്റെ ഉടമസ്ഥനുണ്ട്, അദ്ദേഹത്തോട് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ചോദിക്കാം. നമസ്കാരം. ഒരു മിനിറ്റ് ഇങ്ങനെ നോക്കിയത് അടിപൊളിയല്ലേ? ഓണമായിട്ട് കച്ചവടമൊക്കെ ഉണ്ട്? കുഴപ്പമില്ല. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഓണാശംസ പറഞ്ഞു. ഓണാശംസകൾ. ഓക്കെ. അപ്പോ അദ്ദേഹം വളരെ തിരക്കിലാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ വളരെ തിരക്ക് ഇന്നലെയൊക്കെ ആയിട്ട് അനുഭവപ്പെടുന്നുണ്ട്. നല്ല തിരക്കാണ്. ചടയമംഗലത്ത് ഇക്കുറി ഓണത്തിന് ഒരു മേളമുണ്ട് എന്ന് തന്നെ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും. നമുക്ക് അപ്പുറത്തെ ഒരു തുണിക്കടയുണ്ട്. ആദ്യം നമ്മൾ വ്യാപാരികളുമായിട്ടാണ്, പിന്നെ സാധാരണക്കാരുമായിട്ടൊക്കെ തന്നെ ചേരും. അപ്പൊ നിങ്ങൾ നമുക്കിപ്പോൾ തുണിക്കടയുണ്ട്. ഇത് നമ്മുടെ ഫാഷൻ റെഡിമെയ്ഡ്സ് എന്ന് പറയുന്ന ചടയമംഗലം ടൗണിനോട് ചേർന്നുള്ള കടയാണ്. നമുക്ക് കടയിലെ ഓണറുമായിട്ട് നിജീം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, തന്നെ ചോദിക്കാം. ഓണം ചടയമംഗലത്ത് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ചടയമംഗലത്ത് കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. ചടയമംഗലത്ത് നല്ല രീതിയിൽ ആൾക്കൂട്ടം ഉണ്ടെന്ന്. ഉച്ച സമയം ആയതുകൊണ്ട് അല്പം ആൾ കുറവാണ്, എങ്കിലും നല്ല രീതിയിൽ വ്യാപാരം നടക്കുന്നുണ്ട്. തുണിത്തര ഏതാണ്ട് 99 രൂപ തൊട്ട് സാരികളും 99 രൂപ തൊട്ട് നൈറ്റികളൊക്കെ കൊടുക്കുന്നുണ്ട്. നല്ല ആളുണ്ടായിരുന്നു. ഇനിയിപ്പോ ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിൽ ആള് കൂടുതലെത്തും. അപ്പൊ ചടയമംഗലത്തിന് ഒരു ഓണത്തിന്റെ മേളമുണ്ട്. മുഴുവൻ കേരളീയർക്കും നമ്മുടെ കടയുടെ ഓണാശംസകൾ നേരെയാണ്. ലോക മലയാളികൾക്കും ലോക ജനതയ്ക്കും 1000 ഓണാശംസകൾ ഫാഷൻ റെഡിമെയ്ഡ്സിന്റെ. അതുപോലെ തന്നെ ചടയമംഗലം വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റിന്റെയും 1000 ഓണാശംസകൾ നേരുകയാണ്. അപ്പോൾ ഇവിടെ ധാരാളം കൊണ്ട് ഏത് തുണിത്തരങ്ങളും വളരെ വിലക്കുറവിൽ വന്ന് വാങ്ങാവുന്നതാണ്. അതിന്റെ ഓണർ പറഞ്ഞത് നല്ല ഈ ഓണക്കാലം നല്ല കച്ചവടം നടന്നു എന്നാണ് പറയുന്നത്. ഇവിടുത്തെ സ്റ്റാഫിന് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? അധികം ചോദിച്ചോളാം, എന്തായാലും പറ. ഒന്നും പറയാനില്ലേ? ഒരു ഓണമായിട്ടൊരു ഈ മലയാളികളായ ഞങ്ങളുടെ പ്രേക്ഷകർക്കെങ്കിലും ഒരു ഓണാശംസ പറയാനില്ലേ? എല്ലാവർക്കും അല്ല, ഞങ്ങൾ സാക്ഷി ടിവിയുടെ പ്രേക്ഷകർക്ക് ഓണാശംസ. സാക്ഷി ടിവിയുടെ പ്രേക്ഷകർക്ക് ഓണാശംസ. ഓണക്കാലമായിട്ട് ജോലി കൂടുതലൊക്കെ ആയിരുന്നോ? ഇല്ല. നാളെ കൊണ്ടായിരുന്നോ? ഉച്ചമുതലാളി എന്ത് പറയുന്നു? ഒന്നും പറയുന്നില്ല. ഓണാശംസകളൊക്കെ എല്ലാവർക്കും എന്റെ ഓണാശംസ. എല്ലാവർക്കും അല്ല, ഞങ്ങളുടെ പ്രേക്ഷകർക്ക്, സാക്ഷി ടിവിയുടെ പ്രേക്ഷകർക്ക്. സാക്ഷി ടിവിയുടെ പ്രേക്ഷകർക്ക് എന്റെ ഓണാശംസ. ഞങ്ങൾ നമ്മളെ അയൽവക്കമാണ്, ഒരു കുടുംബം പോലെ കഴിഞ്ഞവരാണ്. എല്ലാവർക്കും എന്റെ ഫാഷൻ റെഡിമെയ്ഡ്സിന്റെയും ഓണാശംസ. അതെ, അങ്ങനെ ഞങ്ങൾ ഫാഷൻ റെഡിമെയ്ഡ്സ് ചടയമംഗലം ടൗണിൽ തന്നെയാണ് ഈ കട. തെങ്ങും തിരക്കി പോകുന്ന ചടയമംഗലത്തെ ജംഗ്ഷനിൽ തന്നെയാണ് ഈ സ്ഥാപനം ഉള്ളത്. ഇപ്പൊ ഓണറും നമ്മളോട് പങ്കുവെച്ചത് ഈ ഓണക്കാലം വളരെ തരക്കേടില്ലാതെ പോയി എന്നുള്ളൊരു അഭിപ്രായത്തിലാണ്. ഇനി നമുക്ക് കാണുന്നത് മംഗലത്ത് സ്റ്റോഴ്സിലാണ്. കഴിഞ്ഞ ഒരു 25 വർഷക്കാലത്തോളം എങ്കിലും മംഗലത്ത് ഈ സ്റ്റോർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ മറ്റെങ്ങ് പോയാലും കിട്ടാത്ത നിരവധി സാധനങ്ങൾ ഇവിടെ വന്ന് അതിനൊക്കെ വാങ്ങാവുന്നതാണ്. റെഡിമെയ്ഡ് എല്ലാ ഓർണമെന്റ്സും വാങ്ങുന്നതിനും നമുക്ക് ഇവിടെ വരാവുന്നതാണ്. നമുക്ക് ചേച്ചിയോട് തന്നെ ചോദിക്കാം, ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാം. ചേച്ചിന്റെ പൊക്കോലോ എങ്ങനെയുണ്ട്? ഓണമൊക്കെ എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് വാ. നിങ്ങളുടെ കടയ്ക്കൊരു പ്രോത്സാഹനമല്ലേ ഞങ്ങൾ തരുന്നത്. എങ്ങനെയുണ്ട്? അതുപോലെ ഓണമൊക്കെ അടിപൊളി. ഓണം അടിപൊളി. ഓണക്കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? ഓണക്കച്ചവടം കുഴപ്പമില്ല, നന്നായിട്ടൊക്കെ പോകുന്നു. അങ്ങനെ പോകുന്നു. അതെ, എന്തെങ്കിലും മുൻവർഷത്തെ കടമൊക്കെ? ഇല്ല, കുഴപ്പമില്ല, നന്നായിട്ടൊക്കെ പോകുന്നു. നന്നായിട്ട് പോകുന്നു.
ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഒരു ഓണാശംസ കൂടി പറയൂ. എല്ലാവർക്കും ഓണാശംസകൾ. സാക്ഷി ടിവിയുടെ പ്രേക്ഷകർക്കാണ് പറയാം. സാക്ഷി ടിവിയുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഓണാശംസകൾ. ഓണാശംസ. തിരിച്ചും സാക്ഷി ടി വി നിങ്ങൾക്ക് ഓണാശംസകൾ അർപ്പിക്കുന്നു. നന്ദി. അപ്പൊ നമ്മൾ മംഗലത്ത് ശ്രീ മംഗലത്ത് സ്റ്റോഴ്സിലാണ് ഉള്ളത്. ഇവിടുത്തെ കളക്ഷൻസുകളിലാണ് വളരെയധികം കളക്ഷൻസുമാണ് ഈ വർഷം ഓണക്കാലം നിങ്ങളോടൊപ്പം അവർ ചേരുന്നത്. ഇതും ചടയമംഗലം ടൗണിൽ തന്നെയുള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് പേരെ കാണാനുണ്ട്. ഓണത്തിന്റെ തിരക്ക് ചടയമംഗലത്ത് നല്ല രീതിയിൽ ബാധിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. വളരെ തിരക്കാണ്. അതാണ് നമുക്ക് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. ഇവിടെയൊക്കെ ഈ റോഡുകളിലൊക്കെ വളരെ തിരക്കാണ്. സാധാരണഗതിയിൽ കൂടുതൽ വാഹനങ്ങളുണ്ട്. അപ്പൊ റോഡ് മുറിച്ചു കിടക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ് നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. ഇത് ചടയമംഗലത്തിൽ സൂപ്പർ മാർക്കറ്റാണ്. ഈ സൂപ്പർ മാർക്കറ്റൊക്കെ നല്ല തിരക്കുണ്ട്. ഇപ്പം നല്ല തിരക്കുണ്ട്. ടൗണിൽ തന്നെയാണ് ഈ സൂപ്പർ മാർക്കറ്റ് ഉള്ളത്. നമുക്ക് അവരുടെ വിശേഷങ്ങളിലൊക്കെ ഒന്ന് നമുക്കൊന്ന് പോകാം. ചടയമംഗലം ഓണത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഓണം തകർത്ത് നിൽക്കുന്ന ഒരു കാലം എന്ന് വേണം പറയാൻ കഴിയും. വളരെ മനോഹരമായ ഒരു ഓണം ഉണ്ട്. ഇവിടെ 3 കൂട്ടുകാരെ ഒരു കാര്യം പറയുന്നുണ്ട്. ഓണക്കാര്യമാണോ, ഓണത്തിനെ കുറിച്ചാണോ എന്ന് നമുക്ക് ചോദിക്കാം. അങ്ങനെ 3 പേരും കൂടെ എന്താ ഓണത്തെ കുറിച്ച് പറയാണോ? ഒരു ഓണത്തെ കുറിച്ച് ഒന്നും പറയാനില്ലേ? ഒന്നും പറയാല്ലേ? ഇല്ല. ഓണം മോശമായിരുന്നു. മോശമൊന്നല്ല. ഓണം എന്നുള്ള ഓണം ഒരു സങ്കല്പമാണ്. ഈ സങ്കല്പത്തിന് ഓണത്തിന്റെ സങ്കല്പത്തിൽ ഏതെങ്കിലും തെളിവുകളുണ്ടോ? അല്ലല്ല, മാവേലി പിന്നെ തെളിവുണ്ട്. മാവേലിയാണ് ഓണം. സമ്പൽ സമൃദ്ധമായിട്ട് ഓണം. മാവേലി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും അല്ലല്ല, മാവേലി നാട് വാളിയിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ, അതുപോലെയാണ് ഓണം. മനുഷ്യരെല്ലാം ഒന്നാണോ? 3 പേർക്ക് ഞങ്ങൾ ഓണാശംസ അല്ലല്ല, നമുക്ക് ഇവിടെ കലാസി ഫുട്വെയറിലേക്ക് ഒന്ന് കയറാം. ഇത് എന്റെ സുഹൃത്ത് നവാസിന്റെ ഒരു ഷോപ്പ് കൂടിയാണ്. ചെരുപ്പുകളുടെ നല്ല കളക്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് നവാസിനോട് എങ്ങനെ ഉണ്ടായിരുന്നു ഓണക്കച്ചവടം എന്നൊക്കെ ചോദിക്കാം. ഞങ്ങള് അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പൊ നവാസിന് ഓണം എങ്ങനെ ഉണ്ടോന്ന് ചോദിക്കേണ്ട ഒരു സുഹൃത്തായ എന്റെ കൂടെ ഒരു കടമയാണ്. അപ്പൊ നവാസെ, എങ്ങനെയുണ്ട് ഓണം? എങ്ങനെയുണ്ട് ഓണം? കുഴപ്പമില്ല. ഓണക്കച്ചവടമൊക്കെ എങ്ങനെ ഓണക്കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. ചെരുപ്പുകളുടെ വിലയൊക്കെ എങ്ങനെയാണ്? ചെരുപ്പുകളുടെ വിലയൊക്കെ കുറവാ, വളരെ കുറവാണ് ഇപ്പം. അപ്പൊ നവാസിനെ ഞങ്ങളുടെ ഓണാശംസകൾ അറിയിക്കുകയാണ്. അപ്പൊ വിവിധ തരത്തിൽ ഏത് പ്രായത്തിനും അനുയോജ്യമായ വില കുറഞ്ഞുള്ള ചെരുപ്പുകൾ വാങ്ങുന്നതിന് നിങ്ങൾ നേരെ ടൗണിലെത്തുക. ടൗണിലെത്തിയാൽ ടൗണിൽ ചേർന്ന് തന്നെയാണ് ക്ലാസി ഫുട്വെയറിലെത്തുക. ഇതും ചടയമംഗലം ടൗണിൽ തന്നെയുള്ള ഒരു കടയാണ്, ഷോപ്പാണ്. നമുക്ക് അവിടെ ഇന്നലേക്ക് നല്ല തിരക്കായിരുന്നു എന്ന് തന്നെ പറയാൻ കഴിയും. അങ്ങനെ ചടയമംഗലത്തെ എല്ലാ ഷോപ്പുകളിലും നമുക്കിനി കൈരളി ഡ്രസ് വേൾഡിൽ ഒന്ന് കയറി നോക്കാം. അവിടെ എന്താണ് അവർക്ക് പറയാനുള്ളത് നോക്കാം. ഇത് കൈരളി ഡ്രസ് വേൾഡിലും കൈരളി ഓഡിറ്റോറിയത്തോട് ചേർന്നാണ് കൈരളി ഡ്രസ് വേൾഡ് നിൽക്കുന്നത്. അപ്പൊ ഓണത്തിന്റെ തന്നെ തിരക്കുണ്ടെന്ന് തോന്നുന്നു, ആളെ കൊണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അവിടെ അത് ചോദിക്കാം. അങ്ങനെ ഓണക്കാലത്തെ തുണിത്തരങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ അതിന്റെ മുതലാളി എന്ന് പറയും. മുതലാളി ഇവിടെ ഉണ്ട്. എന്നുണ്ട്? നമസ്കാരം. നമസ്കാരം. ഓണമൊക്കെ എങ്ങനെയുണ്ട്? ഓണമൊക്കെ അടിപൊളി. ഓണക്കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? ഓണക്കച്ചവടം അങ്ങോട്ട് പറയാറായിട്ടില്ല. അല്ല, ഇതുവരെ കച്ചവടം ആയില്ലേ? ആയില്ല. ഞാൻ ആളൊക്കെ വരുന്നുണ്ടോ? ആളൊക്കെ ഉണ്ട്. എന്നാലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 4000-5000 രൂപയൊന്നും ആരും എടുക്കുന്നില്ല. 1000, 1500, 2000 രൂപയ്ക്ക് എടുക്കുന്നുള്ളൂ. അത് ഈ മഴയൊക്കെ പിടിച്ച് റബ്ബർക്കാരെയൊന്നും പൈസ ഇല്ല, ഗൾഫിൽ നിന്ന് പൈസ ഇല്ല, വണ്ടി ഓഫീസ് ഇല്ല. അതൊക്കെ ആയിട്ടാണ് കാരണങ്ങൾ. അപ്പൊ നമുക്ക് ഈ ആൾക്കാരെ എല്ലാം ഞങ്ങൾ പ്രേക്ഷകർക്ക് പരിചയപ്പെടുന്ന സ്റ്റാഫുകളുമായിട്ടും നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ ഇത് കൈരളി ഓഡിറ്റോറിയത്തിന്റെ സഹോദര സ്ഥാപനം കൂടിയാണ്. ചടയമംഗലം ടൗണിൽ തന്നെ ചെയ്യുന്ന. എന്തായിരുന്നു ഓണക്കച്ചവടമൊക്കെ ഉണ്ടോ? കുഴപ്പമില്ല. എന്നിട്ട് ഓണമായിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖം. ഓണക്കോടിയൊക്കെ എടുത്തോ? അപ്പൊ ഞങ്ങളുടെ ഓണാശംസകൾ അറിയിക്കുന്നു. ടിവിയുടെ ഇതെന്ന് പറഞ്ഞ ഓണാശംസകൾ നിങ്ങൾക്ക് അറിയിക്കുന്നു എല്ലാ സ്റ്റാഫുകളും. അപ്പൊ ഇവിടെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഇന്നെങ്ങനെ ഉണ്ട് തിരക്ക്? അപ്പൊ ഇതാണ് കൈരളി ഡ്രസ് വേൾഡ്, അതായത് ചടയമംഗലം കൈരളി ഓഡിറ്റോറിയത്തിന്റെ സഹോദര സ്ഥാപനമാണ്. ഇത് ചടയമംഗലം ജംഗ്ഷനിൽ തന്നെയാണ്.
ഇതുപോലെ കവറിങ് ഇല്ല. ഇതുപോലെ വലിയ കവറിങ് വേണം. ആ നമ്മുടെ ചടയമംഗലത്തിന്റെ സൗന്ദര്യത്തിന്റെ മുഖം ഇവിടെ നിൽക്കുകയാണ്. എന്നാ എങ്ങനെയുണ്ടോ? അണ്ണാ കഴിഞ്ഞ ദിവസമൊക്കെ ഓണത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്. ഇവിടെ ഡ്രസ്സൊക്കെ എടുത്തോ? കൈരളി ഡ്രസ്സൊക്കെ എടുത്തോ? കയ്യിൽ നമുക്ക് ഒരാളി നമുക്ക് എല്ലാവർക്കും ഡ്രസ്സുകൾ തന്ന് എല്ലാ സന്തോഷമായിട്ട് ഓണം എല്ലാ സന്തോഷമാണ്. സന്തോഷം. എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയായി. നിങ്ങൾക്കാണ് ഓണക്കോടി തരേണ്ടത്. കാരണം ചടയമംഗലത്തെ സൗന്ദര്യവൽക്കരിക്കുന്നവരാണ് അല്ലേ? ഒരിക്കലും മറക്കാൻ പറ്റില്ല. അങ്ങനത്തെ സേവനത്തെ ഒരിക്കലും ചടയമംഗലത്തുകാർക്ക് മറക്കാൻ പറ്റില്ല. കാരണം മഴയായാലും വെയിലായാലും ഏത് പ്രതികൂല സാഹചര്യത്തിലായാലും ശരി, രാവിലെ എഴുന്നേറ്റ് 5 മണിക്ക് തന്നെ ചടയമംഗലത്തെത്തി ചടയമംഗലത്തെ ഇത്രയും മനോഹരമാക്കുന്ന പ്രധാന കന്യാണ്. അപ്പൊ ചടയമംഗലക്കാരോട് എന്താ പറയാനുള്ളത്? എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാവരും നമ്മുടെ നല്ല സഹകരണമാണ് ചെയ്ത് എല്ലാവരും നമുക്ക് ഓണമായിട്ട് എല്ലാവരും നമുക്ക് ഓണത്തിനുള്ള സമ്മാനങ്ങൾ തന്നു. അങ്ങനെ എല്ലാ സന്തോഷമായി ഇരിക്കുക. അപ്പൊ ഞങ്ങൾ സാക്ഷി ടിവിയുടെ ഓണാശംസകൾ അറിയിക്കാം. ഇതൊന്നും പറയാനുണ്ടോ? ഓണാശംസ ഞങ്ങളുടെ എല്ലാവരുടെയും ഓണാശംസ. ഞാൻ വരാം അവിടെ വെച്ചത്. അപ്പൊ കൈരളി ഈ ഡ്രസ് വേൾഡിലാണ് നമ്മളിപ്പോ നിന്നത്. നമുക്ക് ഇനി മറ്റുള്ള കുറച്ച് സ്ഥാപനങ്ങൾ കൂടി നമുക്ക് ഇങ്ങനെയുള്ള നോക്കിയിട്ട് വരാം. ചടയമംഗലത്ത് പൊതുവിൽ നമ്മൾ പറയുന്ന ഈ വാഹനങ്ങളൊക്കെ വളരെ തിരക്കിലാണ്. അതുകൊണ്ട് വീണ്ടും നമ്മൾ പറയുന്നു പോലീസ് നിർദ്ദേശങ്ങളൊക്കെ അതുപോലെ തന്നെ ഇവിടെയുള്ള കടകളിലൊക്കെ തന്നെ എല്ലാ കടകളിലും നല്ല തിരക്കുകളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. പിന്നെ നമുക്ക് ഇവിടെ അപ്പുറത്ത് സൈഡിലേക്ക് പോകുന്നതിന് തന്നെ സമയമെടുക്കും. അതുകൊണ്ട് പതുക്കെ അപ്പുറത്ത് പോകാൻ പറ്റും. നല്ല തിരക്കുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പച്ചക്കറി കടകളിലൊക്കെ തന്നെ നല്ല തിരക്കാണ് കാണാൻ കഴിയുന്നത്. ചടയമംഗലത്തെ ഓണം ഇപ്പോഴും വലിയ ഒരു മേളമുണ്ട് എന്നാണ് ചടയമംഗലത്തുകാരുടെ അഭിപ്രായം. ഓണമൊക്കെ എങ്ങനെയുണ്ട്? ഓണൊക്കെ എന്താ എനിക്കാണ് വയ്യാതായി. ഒരു തൃപ്തിയില്ലല്ലോ, ഒരു സന്തോഷമില്ലല്ലോ. എന്ത് പറ്റി? അല്ലാതെ മുട്ടും ചെയ്യുന്നുണ്ടോ? സുഖമില്ലാത്തതുകൊണ്ടാണല്ലേ? ഈ മുട്ടിരിക്കുന്നുണ്ടോ? ഇതുണ്ടോ? ഈ മുട്ട് വഴി തന്നെ. പെൻഷനൊക്കെ കിട്ടിയോ? ഇല്ല, ഞാൻ എഴുതി കൊടുത്തേ ഉള്ളൂ. അപ്പൊ ഓണം നല്ലതായി ഓണാശംസകൾ അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് ഇത് നമ്മളിപ്പോ നിൽക്കുന്നത് ഭാവന മെറ്റൽസിന്റെ ഫ്രണ്ടിലാണ്. അവിടെ നല്ല തിരക്കുണ്ട്. അവിടെ ഇന്ന് രാവിലെ നല്ല തിരക്കായിരുന്നു. നമുക്ക് എന്തായാലും അതിന്റെ ബേബിയാണ് നമ്മളുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ഓണവിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവച്ചിട്ട് വരാം. എല്ലാവിധ സാധനങ്ങളുടെയും ഒരു നിറഞ്ഞ, അതായത് മെറ്റൽ സാധനങ്ങളുടെ എല്ലാം ഒരു നിറഞ്ഞ ഒരു സ്റ്റോക്കുള്ള ഒരു സ്ഥാപനമാണ്. അലൂമിനിയം, സ്റ്റീല്, അതുപോലെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, പ്ലേറ്റുകൾ, അങ്ങനെ ഒന്നും വേണ്ട എല്ലാവിധ ഒരു ഒരു കലവറ തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ മോലാലി ഇവിടെ വലിയ സന്തോഷവാനായിട്ട് ഓണക്കച്ചവടമൊക്കെ തകർത്തൊന്ന് ഒന്നെന്ന് ചോദിക്കാം. അടിപൊളി ഓണം. കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തൊക്കെയാണ് ഓണവിശേഷങ്ങൾ എന്ന് പറഞ്ഞു? ഓണവിശേഷങ്ങള് നല്ല വിശേഷം. കാലാവസ്ഥ കുറച്ച് അനുകൂലമല്ല. കാലാവസ്ഥയോട് അനുകൂലമായിരുന്നെങ്കിൽ ഞെട്ടിച്ചാനെ. ഈ വർഷം സർക്കാർ എല്ലാ വിഭാഗം ആൾക്കാർക്ക് പണം വാരി കൊടുക്കുകയാണ്. സർക്കാർ പണം വാരി കൊടുത്ത് എല്ലാവരും ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നല്ല മഴയെ കൂടി ഇല്ലാതെ അടിപൊളിയായി പോലെ. അപ്പൊ ബേബി എന്ന സ്ഥാപനത്തിൽ ഞങ്ങളുടെ ഓണാശംസകൾ അറിയിക്കുന്നു. സന്തോഷം. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഒരു ഓണാശംസ പറയാം. എല്ലാ സാക്ഷി ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും അടിപൊളി ഓണാശംസ. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും കാണണം. ഇതാണ് ചടയമംഗലത്തെ ഭാവന മെറ്റീരിയൽസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ പിന്നെ എല്ലാവിധ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ സ്റ്റീൽ, അലൂമിനിയം, അതുപോലെ തന്നെ ടാപ്പിങ്ങിന് ആവശ്യമായ റബ്ബർ കത്തി, അതിന്റെ ചിരട്ട, അതുപോലെ നല്ല ബക്കറ്റുകൾ, തൊട്ടി, അതുപോലെ മൺവെട്ടികൾ, അങ്ങനെയൊന്നും വേണ്ട എല്ലാം ഇവിടെ വന്നാൽ നമുക്ക് ഒരു കുടക്കീഴ് എന്ന് പറയുന്ന പോലെയാണ് ഇവിടുത്തെ അനുഭവം. അത് നമുക്ക് ഇനി മറ്റൊരു സ്ഥാപനത്തിലേക്ക് നമുക്ക് പോകാം. അവിടുത്തെ വിശേഷങ്ങൾ ഒന്ന് ചോദിച്ചത്. നമ്മൾ ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത് പണ്ട് മുതലേ ഇവിടെ ഈ ചടയമംഗലത്ത് പ്രവർത്തിക്കുന്ന ഒരു ഏക ഹോട്ടലായിരുന്നു ഗീതാ ഹോട്ടൽ. അത് വർഷങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു. ഇപ്പൊ ഈ ഗീതാ ഹോട്ടൽ നടത്തുന്നത് നമ്മുടെ തൊട്ട് സംസ്ഥാന ആയ തമിഴ്നാട്ടിലുള്ള സെൽവരാജാണ്. പക്ഷെ സെൽവൻ ഒരു തമിഴ്നാട്ടുകാരനാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വളരെ കാലം കൊണ്ട് ഇവിടെ എത്തുകയും ഈ നാടുമായിട്ട് വളരെയധികം ബന്ധങ്ങളുണ്ട്. സെൽവ, എങ്ങനെയുണ്ട് ഓണമൊക്കെ? കുഴപ്പമില്ല. ഓണക്കച്ചവടമൊക്കെ ഉണ്ടോ? ചെറുതായിട്ട്
ഓണത്തിനിടയ്ക്ക് കുട്ടികച്ചവടം എന്ന് പറഞ്ഞാൽ നാളെ കട തുറക്കുമോ? നാളെ തുറക്കൂല. നാളെ തുറക്കൂല. പിന്നെ എന്ന് തുറക്കും ഓണം കഴിഞ്ഞിട്ട്? ഓണം കഴിഞ്ഞ് തിങ്കളാഴ്ച തുറക്കും. തിങ്കളാഴ്ച തുറക്കും. ഇന്ന് ആളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ പൊന്നിനൊക്കെ ആളൊക്കെ ഉണ്ടോ? നല്ല ആളുണ്ട്. അപ്പോ സെൽവര എല്ലാവിധ ഓണാശംസകളും എല്ലാവിധ ഓണാശംസകളും ഞങ്ങൾ അറിയിക്കും കേട്ടോ. ശരി. ഓണത്തിന് ഇവിടെ ആണോ അങ്ങ് തമിഴ്നാട്ടിൽ പോവോ? ഓ അതാണ്. അപ്പൊ ഇത് പഴയ ഗീതാ ഹോട്ടലാണ്. ഒരു ഒരു എനിക്ക് തന്നെ ഇപ്പോ ഓർമ്മയുള്ളത് ഒരു 50 വർഷത്തെ പഴക്കം എനിക്ക് തന്നെ ഉണ്ട്. അതിന് മുമ്പേ ഇവിടെ ഞാൻ ചടയമംഗലത്ത് എത്തുമ്പോഴും സ്കൂൾ വിദ്യാഭ്യാസ കാലത്തൊക്കെ എത്തുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഏക ഹോട്ടല് ഇവിടെ ഈ ഗീതാ ഹോട്ടലാണ്. കണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ ക്ഷേത്രത്തിന് ഓപ്പോസിറ്റ് ഉള്ള ഒരു പച്ചക്കറി കടയാണ്. ഒരു നാടായി തിരക്കുണ്ട്. നല്ല തിരക്കായിരുന്നു. രാവിലെ ഞാൻ ഇവിടെ എത്തുമ്പോൾ നല്ല തിരക്കാണ്. പൂക്കടയിലും ഒക്കെ നല്ല തിരക്കുണ്ട്. ഇവിടെയൊക്കെ പൂ കെട്ടുന്നു. ഇന്ന് ഉത്രാടമായതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വിളക്കൊക്കെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പൂ വാങ്ങാനൊക്കെ നല്ല തിരക്കുണ്ട്. ഇപ്പൊ നമ്മുടെ ആക്ഷൻ വരുന്നുണ്ട്. അവൾ ഒന്ന് നിൽക്കുന്ന ഈ ഓണമായിട്ട് എവിടെ പോകുന്നു? തിരക്കിലാണ്. അദ്ദേഹം തിരക്കിലാണ്. പൂവൊക്കെ ആവശ്യം ചെണ്ടുമല്ലിയും ജമന്തിയും ഒക്കെ ഇവിടെ ആവശ്യം പോലെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അടുത്ത പച്ചക്കറി കടയാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഇവിടെയും എന്താ കണ്ടോ ഓണം ഒരുങ്ങാനുള്ള എല്ലാവിധ സ്റ്റോക്കുകളോട് കൂടിയാണ് അവിടെ ഈ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. നമ്മുടെ ഇതാണ് അവിടെ ഇവിടെ നമുക്ക് ഒരു മഹാദേവ ലൊക്കേഷനിലുണ്ട്. ഒരുപാട് പേർക്ക് ഭാഗ്യം കൊടുത്ത, ഒരുപാട് പേരെ പിന്നെ വലിയ പണക്കാരാക്കിയ കടയാണിത്. എന്ത് ചെയ്യുന്ന മോലാളി അങ്ങോട്ട് പോയി? മോലാളി അത് മാത്രമേ ഉള്ളൂ. എന്ന് എങ്ങനെയുണ്ട് ഓണക്കച്ചവടം കൊണ്ടോ? ബമ്പറൊക്കെ വിറ്റ് തീർന്നോ? ഒരു മാസം ഉണ്ട് ഇനിയല്ലേ? ഒരു മാസം ഉണ്ട്. 26 അപ്പൊ ഇനി ഇന്നത്തോടെ കഴിഞ്ഞ എന്നാ ഞെരക്കെടുപ്പ്? ഇനി മറ്റന്നാ. അപ്പൊ ടിക്കറ്റൊക്കെ വിറ്റ് കഴിഞ്ഞാൽ ഇന്നത്തെ എല്ലാം തീർന്നോ? ഇനി 5 ഉള്ളു. അത് ഇന്ന് തികയില്ല. അപ്പൊ നിങ്ങൾക്ക് മഹാദേവ ലൊക്കേഷനിൽ ഞങ്ങളുടെ ഓണാശംസകൾ അറിയിക്കുന്നു. താങ്ക് യു. അപ്പൊ ഇതാണ് അവിടെ ഇങ്ങനെ ഓട്ടോ നോക്കിയാൽ ഇനി നമുക്ക് മറുസൈഡിലുള്ള കുറച്ച് ആൾക്കാരെ കൂടി അവിടെയാണ് നമുക്ക് ഓട്ടോ കൂട്ടുകാരെ കാണേണ്ടത്. അവരോടൊക്കെ ചോദിക്കണം എങ്ങനെയുണ്ട് ഓണം, എങ്ങനെയായിരുന്നു എന്നൊന്ന് ചോദിക്കേണ്ടതായിട്ടുണ്ട്. അവരോടൊക്കെ ഓണവിശേഷങ്ങൾ ചോദിക്കാം. ചടയമംഗലത്ത് അന്തരീക്ഷം അനുകൂലമാണെങ്കിൽ വളരെ നല്ല രീതിയിൽ ഓണത്തിരക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ് ഉറപ്പാണ്. രാവിലെ മുതൽ നല്ല തിരക്കുണ്ട് ചടയമംഗലം ടൗണിൽ. അപ്പൊ ചടയമംഗലത്ത് നിന്നും ഓണം എങ്ങനെ എന്നുള്ള വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇപ്പൊ നിങ്ങളോടൊപ്പം ചേരുന്നത്. എവിടെ പോയി? ഓണസാധനങ്ങൾ മേടിക്കാൻ പോയതാണോ? ഓണസാധനം മേടിക്കാൻ പോയതാണ്. ഓണസാധനങ്ങളൊക്കെ മേടിച്ചോ? മേടിച്ചു. എന്തൊക്കെ മേടിച്ചു? എല്ലാ സാധനവും മേടിച്ചു. ഓണം എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ? ഓണം സൂപ്പർ. അപ്പോ എല്ലാവർക്കും ഓണം വളരെ മനോഹരമാണ് ഇക്കുറി എന്നാണ് പറയുന്നത്. അതിന് അവരുടെ ഒരു സന്തോഷവും കാരണം എല്ലാവരും സാധനമൊക്കെ വാങ്ങി വളരെ സന്തുഷ്ടമായിട്ടാണ് പോകുന്നത്. നമ്മൾ വീണ്ടും നിങ്ങളോട് പ്രേക്ഷകരോട് പറയുന്നത് ചടയമംഗലം ടൗൺ പിന്നെ വളരെയധികം ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. റോഡ് മുറിച്ചു കടക്കുമ്പോൾ നിങ്ങൾ ദയവായി ശ്രദ്ധിച്ച് രണ്ട് വശങ്ങളിൽ നിന്നും വാഹനം വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം റോഡ് മുറിച്ചു കടക്കുക. ഒരു കാരണവശാലും അശ്രദ്ധയോടുകൂടി റോഡ് മുറിച്ചു കിടക്കരുത്. ഇവിടെ നല്ല തിരക്കാണ് ഇപ്പോൾ ചടയമംഗലത്ത് അനുഭവപ്പെടുന്നത്. രാവിലെയൊക്കെ തന്നെ ഇനി വൈകുന്നേരം ഒരു 3 മണിക്ക് ശേഷം ഇവിടുന്ന് അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ നമ്മളൊന്നും പോകണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ച് ഇരുവശങ്ങളിലും വാഹനം വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ റോഡ് മുറിച്ച് കിടക്കുക. അതുപോലെ തന്നെ ഇവിടെ ഈ വാഹനം ഡ്രൈവ് ചെയ്യുന്നവരോട് പറയാനുള്ളത് പോലീസ് ആയൂർ, നിലവേൽ, ചടയമംഗലം എന്നീ ടൗണുകളിൽ കൃത്യമായ ഒരു എന്താ പറയുന്നത് ഒരു ട്രാഫിക് നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. ആ ട്രാഫിക് നിയന്ത്രണത്തിൽ കൃത്യമായും നിങ്ങൾ എല്ലാവരും സഹകരിക്കണം. പോലീസിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണം. അവിടെ ടൗണുകളിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് കൃത്യമായി പാലിക്കണം. നമ്മളെ എങ്ങനെയുണ്ട്? ഓണമൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? എന്തുണ്ട് വിശേഷമൊക്കെ? ഡ്രസ്സൊക്കെ വാങ്ങിച്ചോ? രണ്ടുപേരോട് ഇവിടെ പോയി ഡ്രസ് പഠിക്കാൻ പോകുന്നതാണോ? രണ്ടുപേർക്കും ശശി ടിവിയിലെ ഓണാശംസ. അപ്പോ
അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ഓട്ടോ ചേട്ടന്മാരെ ഒന്ന് കണ്ടു നോക്കാം. അവരുടെ സന്തോഷം എങ്ങനെയുണ്ട് ചടയമംഗലത്തൊന്നും അറിയാം. അപ്പൊ അതൊന്ന് തിരക്കി ചോദിച്ചറിയാം. എല്ലാവരെയും നമുക്ക് കാണണമെന്നുണ്ട്. പക്ഷെ കുറച്ചുപേരെങ്കിലും നമുക്ക് കണ്ട് അവരുടെ വിശേഷങ്ങളും ഒക്കെ ഒന്ന് അന്വേഷിക്കാം. ഓണമായിട്ട് ഓട്ടോ ഒക്കെ ഉണ്ടോ? ഓട്ടം കുറവ് തന്നെ പൊതുവെ. എന്താ ആളിറങ്ങുന്നത്? മഴയല്ലേ അതുകൊണ്ട് ആളിറങ്ങുന്നത്. എന്തുണ്ട് ഓണവിശേഷങ്ങൾ എന്തുണ്ട്? ഓണം നല്ല അടിപൊളിയായിട്ട് പോവുകയല്ലേ. ഈ ഡീസലിന്റെ പെട്രോളിന്റെ ഒക്കെ വില കൂടി, ഇന്ധന വില കൂടിയത് നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ? പിന്നെ ബാധിക്കാതെ. അപ്പൊ ഞങ്ങൾ ഓണാശംസകൾ അറിയിക്കുന്നു. അപ്പോ നമുക്ക് അപ്പൊ നമുക്ക് നമ്മുടെ ഓട്ടോ കൂട്ടുകാർ ഇവിടെ ഉണ്ട്. എല്ലാരും ഒക്കെ ഉണ്ട്. ബിനോയ്, ഓണമൊക്കെ എങ്ങനെയുണ്ട്? പോട്ടെ. ഓണം എങ്ങനെയുണ്ട്? ഓണം കൊള്ളാം. ഓണത്തിന് കുഴപ്പമൊന്നുമില്ല. ഓട്ടമൊക്കെ ഉണ്ടായിരുന്നു? ഓട്ടം കുറവായിരുന്നു. എനിക്ക് ഓട്ടം കുറവ്. ഞാൻ ഇല്ലായിരുന്നു ഇവിടെ. ബാക്കി ഉണ്ടായിരുന്നവർക്കൊക്കെ ഓട്ടം ഉണ്ടോ? ഓട്ടം കാണുമായിരിക്കും. ശ്രദ്ധിച്ചില്ല. വേറെ എന്തുണ്ട് വിശേഷം ഓണമായിട്ട്? വിശേഷമായിട്ട് നല്ല വിശേഷം. ഓണം എല്ലാം ഹാപ്പി ഓണം. അപ്പൊ ബിനോയ്ക്കിന്റെ കുടുംബത്തിനും സാക്ഷി ടിവിയുടെ ഓണാശംസകൾ അറിയിക്കുന്നു. താങ്ക് യു. അപ്പോ നമുക്ക് ഒന്ന് ഇത് ഏത് പഞ്ചായത്തിൽ നിന്ന് വരും? ഇവിടെ കടകളിലൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ. പച്ചക്കറി കടയിലൊക്കെ നല്ല നല്ല തിരക്കുണ്ട്. ഇവിടെയൊക്കെ ധാരാളം ആൾക്കാരുണ്ട്. അപ്പോ ഇതാണ് ഓട്ടോ. പൊതുവെ കുറച്ച് പേര് പറയുന്നു ഓട്ടോ ഉണ്ട്, കുറെ പേര് പറയുന്നു ഓട്ടോ ഇല്ല എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ നമ്മളിപ്പോ നമ്മുടെ സപ്ലൈകോയുടെ അടുത്താണ്. എങ്ങനെയുണ്ട്? ഓട്ടോ ഒക്കെ ഉണ്ടോ? ആ പട്ടിണിയുടെ കാര്യം കൂടെ പറഞ്ഞാൽ അതന്നെ, ഓട്ടോ ഒക്കെ ഉണ്ടോ? ഓട്ടമേ ഇല്ല. ഓട്ടോ ഇല്ലേ? ഓരോട്ടോ ഇല്ല. ഓണമായിട്ട് എങ്ങനെയുണ്ട്? ഓണമായി ഓണ സമയത്തൊക്കെ നിങ്ങൾ ഓട്ടോ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓണ സമയത്ത് ഒട്ടും ഒട്ടുമില്ല. ഓട്ടമേ ഇല്ല. വണ്ടി പുറകോട്ട് പോകുന്നുണ്ട്. വളരെ കഷ്ടപ്പെടുക. ഇങ്ങനെ മഴയൊക്കെ ബാധിച്ചോ നിങ്ങളുടെ ഓട്ടത്തിൽ? മഴ മാത്രമല്ല, ട്രാൻസ്പോർട്ടിനും കുഴപ്പമുണ്ട്. ഓട്ടം പോകും. അപ്പൊ ശരി, എല്ലാവിധ ഓണാശംസകളും. ഓക്കെ. അപ്പൊ ഇതാണ് ഇവിടെ നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ ചടയമംഗലത്തെ ഓട്ടോ സ്റ്റാൻഡിലാണ്. ഓട്ടോ സ്റ്റാൻഡ് ഇനിയും വേറെ 3 ഭാഗത്തായിട്ടാണ് ഇവിടെ ഓട്ടോ സ്റ്റാൻഡ് ഉള്ളത്. അപ്പൊ അതിൽ ഒരു ഓട്ടോ സ്റ്റാൻഡിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. ഇത് ശബരി പവർ ഓയിലിന്റെയും അവരുടെ തന്നെ ഒരു ഷോപ്പ് കൂടിയാണ് ഇതിലുള്ളത്. ഇവിടെയൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാനും പച്ചക്കറി വാങ്ങാനും ഒക്കെ ആൾക്കാർ വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചടയമംഗലത്ത് പൊതുവെ ഉച്ച സമയം ആയതുകൊണ്ടായിരിക്കും അല്പം തിരക്ക് കുറവുള്ളത്. നമുക്കിനി മറ്റ് 1-2 സ്ഥാപനങ്ങൾ കൂടി സന്ദർശിച്ചുകൊണ്ട് ഈ തത്സമയം ഒന്നുമാക്കും. ചെമ്മാനമടം പ്രൊഫഷണൽ സ്റ്റോഴ്സിലേക്ക് ഒന്ന് പോയിട്ട് വരാം. അവിടെ എങ്ങനെയുണ്ട്, അവിടെ ഓണം എങ്ങനെയുണ്ടായിരുന്നു, ഓണ കച്ചവടം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചത്. അപ്പോ ഏറ്റവും മികച്ച ഒരു പ്രൊഫഷണൽ സ്റ്റോഴ്സുകളിൽ ഒന്നാണ് ചെമ്മാനമടം. അപ്പൊ ചെമ്മാനമടത്തിലെ ഓണം കച്ചവടവും ഓണ വിശേഷങ്ങളോ ഒക്കെ നമ്മൾ ഇനി ചെയ്യാൻ ഒന്ന് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ഓണക്കാലമായിട്ട് ചെമ്മാനമടത്തിൽ എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും ഇല്ല, വലിയ കുഴപ്പമൊന്നുമില്ല. കച്ചവടമൊക്കെ ഒരുമാതിരി ഉണ്ടായിരുന്നു. മഴ ഒരല്പം മഴ ഒരല്പം നമ്മളെ ബാധിച്ചു എന്ന് തോന്നുന്നു. മഴ എല്ലാ കടക്കാരും പറയുന്നത് മഴയില്ലായിരുന്ന കൂടി ഓണം കുഴപ്പമായിരുന്നു. അല്ല, എന്നാലും പ്രശ്നമല്ല. ഇന്നലെ ഇന്നുമായിട്ട് കച്ചവടം മാന്യമായിട്ട് നടന്നു. നമുക്ക് നിത്യോപയോഗ സാധനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ നിന്ന് ഇവിടെ പരസ്യം പറയുന്നത് പോലെയാണ്. എല്ലാ സാധനങ്ങളും വാങ്ങുന്നതിന് നമുക്ക് ചടയമംഗലത്ത് പോരേറം റോഡിലാണ് നമ്മുടെ ഈ കടയുള്ളത്. ചെമ്മാനമടം പ്രൊഫഷണൽ സ്റ്റോഴ്സ് എന്നാണ് കടയുടെ പേര്. അപ്പൊ ഏത് സമയവും ഇവിടെ എന്ന് പറഞ്ഞാൽ രാവിലെ എത്ര മണിക്കാണ് തുറക്കും? രാവിലെ 9 മണി. രാവിലെ 9 മണി മുതൽ വൈകിട്ട് രാത്രി 9 മണി വരെ നിങ്ങൾക്ക് ഈ ചെമ്മാനമടം പ്രൊഫഷണൽ സ്റ്റോഴ്സിന്റെ സേവനം ലഭ്യമാണ്. ചെമ്മാനമടത്ത് പ്രൊഫഷണൽ സ്റ്റോഴ്സിന് കുടുംബാംഗങ്ങൾക്കും സാക്ഷി ടിവിയുടെ ഓണാശംസകൾ അറിയിക്കുന്നു. സാധനമൊക്കെ മേടിച്ചോ? സാധനം മേടിച്ചോ? തട്ടത്തല്ല ഇവിടെ വന്നാണോ സാധനം മേടിക്കാൻ? ഇവിടെ വന്ന ചെമ്മാനമടത്തിന്റെ ഓണം എന്താ പറയുന്നത്? അടിപൊളിയാണോ? ആഹാ.
മഴയൊന്നും ഇല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ല, അടിപൊളിയായിട്ട് പോണ്. അദ്ദേഹം എനിക്ക് 30 വർഷം കൊണ്ട് അറിയാം, അദ്ദേഹം അടിപൊളിയാണ്. അടിപൊളിയായിട്ട് അപ്പൊ ചേച്ചിക്ക് ഞങ്ങളുടെ ഓണാശംസകൾ. മഴയില്ലായിരുന്നെങ്കിൽ അതെ അതെ, എല്ലാവരുടെ അഭിപ്രായം ഇതാണ്. മഴയില്ലായിരുന്നെങ്കിൽ ഓണം തകർത്തേനം എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഓണക്കാലം ചടയമംഗലത്ത് എങ്ങനെ എന്ന ഒരു തത്സമയമായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരോടൊപ്പം ഉള്ളത്. ഇവിടെ ഒരു ചടയമംഗലം ടൗണിനോട് ചേർന്ന് ഒരു കണ്ണാടിക്കടയുണ്ട്. അപ്പൊ അത് അവര് ലൈഫ് ഒപ്റ്റിക്കൽസ് എന്നാണ് അതിന്റെ പേര്. നമുക്ക് അവരെ ഒന്ന് കാണണം. അവര് നമ്മളോട് കുറച്ച് സമയം കൊണ്ട് നമ്മളോടൊപ്പം അവിടെ ചെല്ലണമെന്ന് പറഞ്ഞു തരണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇതാണ് ചടയമംഗലത്ത് പോരേണം റോഡിലാണ് ഈ സ്ഥാപനം ഉള്ളത്. ലൈഫ് ഒപ്റ്റിക്കൽസ് എന്ന് പറയുന്ന കണ്ണാടി കട. നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ ഓണം എങ്ങനെ എന്നുള്ള ഒരു അഭിപ്രായം. സുഹൃത്ത് അനസ് ഇവിടെ ഉണ്ട്. അനസേ, എങ്ങനെയുണ്ട് ഓണമൊക്കെ? ഓണം നല്ല സന്തോഷത്തിലാണ് ഓണം. അവിടെ അപ്പുറത്ത് പിന്നെ മെഡിക്കൽ ഷോപ്പ് തുറന്നില്ലേ? തുറന്ന് മെഡിക്കൽ ഷോപ്പ് തുറന്നിരിക്കുകയാണ്. എന്നിട്ട് അത് തുറന്നിട്ട് ഇവിടെ വന്നിരിക്കുകയാണോ? അങ്ങനെയൊന്നുമില്ല, ഇത് വന്നതാണ്. അനസ് ഈ സ്ഥാപനമായിട്ട് കണക്റ്റഡ് ആണോ? എന്റെ ഫ്രണ്ടാണ്, സുഹൃത്താണ്. അപ്പൊ ഇവിടുത്തെ ഓണവിശേഷങ്ങൾ അനസിനെ സാക്ഷി ടിവിയുടെ പ്രത്യേക ഓണാശംസകൾ അറിയിക്കുന്നു. ഒപ്പം നിതിനാശംസകൾ നമുക്ക് അനസിന്റെ കടയിലോട്ട് നമ്മൾ വരുന്നുണ്ട്. നല്ല ഓണാഘോഷമാണ്. എല്ലാം കൊണ്ടും നല്ല സന്തോഷമായ ഓണമാണ്. എല്ലാ ചടയമംഗലത്തുള്ള ചടയമംഗലം നിവാസികൾക്കും ഞങ്ങൾ ആച്ചീസ് മെഡിക്കൽ ഷോപ്പിന്റെയും ലൈഫ് ഒപ്റ്റിക്കൽസിന്റെയും ഓണാശംസകൾ ചെയ്യുകയാണ്. താങ്ക് യു. അപ്പൊ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? ഓണം വിശേഷങ്ങൾ. ഓണം അടിപൊളിയല്ലേ? മലയാളികളുടെ ദേശീയ ഉത്സവമാണല്ലോ. അത് കൊള്ളാം, അടിപൊളി ഓണം. എല്ലാവർക്കും ഓണാശംസകൾ. അപ്പൊ ഈ ഇതിനെക്കുറിച്ച് പരിചയപ്പെടുത്തി. കന്നഡകള് നമ്മളിപ്പോ ഓണമായിട്ട് 7 വർഷം പൂർത്തീകരിച്ചു. 8ാം വയസ്സിലേക്ക് പോകുന്നു. ഇപ്പോ ആഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ കന്നഡ വാങ്ങുന്നവർക്ക് 50% ഓഫർ ഉണ്ട്. 2000 രൂപ പർച്ചേസ് ചെയ്യുന്നവർക്ക് തികച്ചും ഒരു സൺഗ്ലാസ് സൗജന്യമുണ്ട്. കാഴ്ച പരിശോധന തികച്ചും സൗജന്യമാണ്. പിന്നെ കേരളത്തിന്റെയോ ഇന്ത്യയിലോ ലോകത്തെവിടെ നിന്നോ കണ്ണാടി ഓർഡർ ചെയ്യാം. നമ്മൾ കൊറിയർ വഴി അവർക്ക് വീട്ടിൽ സാധനം എത്തിച്ചു കൊടുക്കും. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അല്ലേ? ഓണക്കച്ചവടം ഉണ്ടായിരുന്നു കണ്ണാടി. അതേതൊക്കെ സാറ് പച്ചക്കറി കടയിലൊക്കെ നമ്മൾ അങ്ങനെ ചോദ്യം ഉന്നയിക്കും. ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? ആവശ്യക്കാർ കുഴപ്പമില്ല, ചടയങ്ങൾക്ക് അപേക്ഷിച്ചുള്ള ബിസിനസ് ഉണ്ട്. ഈ മഴ എന്നാലും കുഴപ്പമില്ല. സാധാരണക്കാരെ സാക്ഷി ടി വി നിങ്ങൾക്ക് നല്ലൊരു ഓണം. എല്ലാവർക്കും സാക്ഷിയുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ലൈഫ് ഒപ്റ്റിക്കൽസിന്റെ ഓണാശംസ. നമുക്ക് പോരേടം റോഡിലാണ് നമ്മുടെ അനസിന്റെ ഷോപ്പ്, മെഡിക്കൽ ഷോപ്പും ഈ പോരേടം റോഡിൽ തന്നെയാണ്. അവിടെ ഈ 2 സ്ഥാപനവും അപ്പുറമാണ്. അപ്പൊ നിങ്ങൾ പോരേടം റോഡിലേക്ക് കാണുന്ന പ്രേക്ഷകർ കണ്ണാടിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ വരുന്നു പക്ഷം നിങ്ങൾ ചടയമംഗലത്ത് എത്തിയാൽ ചടയമംഗലം ടൗണിലുള്ള ഏക സ്ഥാപനം ഈ ലൈഫ് ഒപ്റ്റിക്കൽസ് മാത്രമാണ്. അപ്പം നിങ്ങൾ അവിടേക്ക് വരിക. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ അറിയിക്കുന്നു. ചടയമംഗലം ഓണം എങ്ങനെയെന്നുള്ള ഒരു വാർത്താവിശേഷമാണ് തത്സമയം നിങ്ങൾ എത്തിക്കുന്നത്. ഇത് നമ്മുടെ മൂക്കാങ്കടയാണ് ചടയമംഗലത്തെ. അപ്പൊ നമുക്ക് ഇനിയും 1-2 ഓട്ടോക്കാരെ കൂടി ഒന്ന് കാണേണ്ടതായിട്ടുണ്ട്. അവരെ കൂടി കണ്ടിട്ട് നമുക്ക് തത്സമയം ഓണം എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകാം. ഇത് എന്റെ സുഹൃത്തിന്റെ കടയാണ്. ഒരുക്കം എന്നാണ് ഇത്. ഒരു ഹെയർ ഡ്രസ്സിംഗ് കടയാണ്. ഒരുക്കം എന്നാണ് ഇതിന്റെ പേര്. ചടയമംഗലത്ത് ഇപ്പൊ ടൗണിനോട് ചേർന്ന് ആകെയുള്ള ഒരു ബാക്കി കടകളൊക്കെ ഉണ്ട്, പക്ഷെ അത് ടൗൺ വിട്ടാണ്. നിങ്ങൾ ചടയമംഗലം ടൗണിൽ വന്നാൽ ചടയമംഗലം പോരേടം റോഡിലാണ് ഈ ഒപ്റ്റിക്കൽസ് ഉള്ളത്. പിന്നെ ഇത് ഒരുക്കം എന്നാണ് അതിന്റെ ഓണറും ഇവിടുത്തെ ജീവനക്കാരനും ഒക്കെ ആയ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്. ഞങ്ങൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒന്നിച്ച് വലിയ രീതിയിൽ പഠിച്ചവരാണ്. അപ്പൊ അതുകൊണ്ട് വിനോദ എങ്ങനെയുണ്ട് ഓണമൊക്കെ? ഓണം വളരെ നല്ലതല്ലേ? കേരളത്തിന്റെ ദേശീയ ഉത്സവമല്ലേ? വളരെ നല്ലത്. ഓണമായിട്ട് പിന്നെ നല്ല വർക്കാണ്, കുഴപ്പമില്ല.
എന്തോ ഒരു മഴയായതുകൊണ്ടാണ് ഒരു വിഷമം പോലെ മുഖത്ത്. വിഷമമൊന്നുമില്ല, എന്തോ ഒരു വിഷമം. ഓണത്തിന് വിഷമിച്ചിട്ടോ കാര്യം. ഓണത്തിന് വിഷമമൊന്നുമില്ല. അപ്പൊ വിനോദിന്റെ സ്ഥാപനത്തിനും കുടുംബത്തിനും സാക്ഷി ടിവിയുടെ ഓണാശംസകൾ അറിയിക്കും. ഓക്കെ, താങ്ക് യു. നമ്മൾ വിനോദിന്റെ കടയിലാണ് ഒരുക്കം ഹെയർ ഡ്രസ്സിംഗ് എന്ന് പറയുന്ന സ്ഥാപനത്തിലായിരുന്നു. ഇനി നമ്മൾ വീണ്ടും ടൗണിലേക്ക് തന്നെ നമ്മൾ പോകുന്നു. ഇപ്പൊ നമ്മുടെ ചടയമംഗലത്തെ കലയം വാർഡ് മെമ്പർ അല്ല സോറി വെള്ളൂപ്പാറ വാർഡ് മെമ്പർ സലീന ഇങ്ങനെ ഇതുവഴി വരുന്നുണ്ട്. നമ്മൾ സലീന അടുത്ത് ചോദിച്ചു നോക്കാം ഓണമൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. നമസ്കാരം. എന്നെ കാണാൻ കിട്ടുന്നില്ലെന്നൊരു പരാതിയുണ്ട്. എങ്ങനെയുണ്ട് ഓണമൊക്കെ ഏതുവരെയായി? ഓണമൊക്കെ അടിപൊളിയായിരുന്നു, നിവേദനമായിരുന്നു. അത് കഴിഞ്ഞ് അതിന്റെ ആഘോഷം പറഞ്ഞപ്പോ ഓണാഘോഷത്തിന്റെ തിരക്കിലാണ് ഞാനും അതേപോലെ എല്ലാവർക്കും ഓണാശംസകൾ. അപ്പൊ തിരിച്ചും ഞങ്ങൾ സാക്ഷി ടിവി സലീന മെമ്പറിന് ഓണാശംസകൾ അറിയിക്കും. നമ്മുടെ പാലക്കാരനോട് പറഞ്ഞേക്കാം ഞങ്ങൾ ഓണാശംസകൾ. വെള്ളൂപ്പാറ വാർഡ് മെമ്പർ ശ്രീമതി സലീനയാണ് ഇപ്പം നമ്മളോടൊപ്പം ചേർന്നത്. അടുത്ത സ്റ്റാൻഡിലെ ഓട്ടോക്കാരെ കൊടുക്കണ്ട് ഈ തത്സമയം അന്ന് ഞങ്ങളുടെ ഇവിടെ CPM ഏരിയ കമ്മിറ്റി അംഗം ഈ സന്തോഷ് ഇപ്പോൾ ചടയമംഗലത്തുണ്ട്. അദ്ദേഹം എന്നോട് നമുക്ക് ഓണത്തെ കുറിച്ച് ഒന്ന് ചോദിക്കുക. ഈ വർഷത്തെ ഓണം എങ്ങനെയായിരുന്നു? നമസ്കാരം സന്തോഷ്. നമസ്കാരം. എങ്ങനെയായിരുന്നു ഈ വർഷത്തെ ഓണം? ഓണം എല്ലാം കൊണ്ടും പൊതുവെ കാലാവസ്ഥ ഇച്ചിരി മോശമാണെങ്കിലും ഓണം എല്ലാവരും വളരെ നല്ല രീതിയിൽ ആഘോഷിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ചടയമംഗലത്ത് എങ്ങനെയുണ്ട് പൊതുവെ ഒരു ഓണം? പൊതുവെ ഒരു തിരക്കും കാര്യങ്ങളും ഈ കാലാവസ്ഥ കൂടെ മഴ പെയ്യുന്നതുകൊണ്ട് തിരക്കിൽ കുറവുണ്ട്. ഇന്നലെയൊക്കെ നല്ല തിരക്കായിരുന്നു. രാവിലെ നവീതനവും മറ്റുമൊക്കെ ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു കുറവും വന്നിട്ടുണ്ട്. എല്ലാവർക്കും സാക്ഷി ടിവിക്ക് പ്രേക്ഷകർക്കും മുഴുവൻ ആൾക്കാർക്കും ഓണാശംസകൾ നേരുന്നു, നവീദിനാശംസകൾ നേരുന്നു. CPIM ഏരിയ കമ്മിറ്റി അംഗം ഈ സന്തോഷാണ് ഇപ്പൊ നമ്മളോടൊപ്പം ചേർന്നത്. ചടയമംഗലം തന്നെയല്ലേ നല്ല ആൾക്കാരെല്ലാം ഓണസാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ പോകണം. ഓണസാധനമൊക്കെ വാങ്ങിച്ചല്ലോ? എന്തൊക്കെ വാങ്ങിച്ചു? എന്തോ സാധനം? ഫ്രിഡ്ജോ? ഓണത്തിന് പുതിയ മിക്സി വാങ്ങിച്ചു. എവിടെ പോയി വാങ്ങിച്ചു? നമ്മള് ചടയമംഗലം ശ്രീരംഗത്തുള്ളത് അല്ലേ? അതെ, ശ്രീരംഗത്താണ് നമ്മുടെ വിട്ടാപ്പള്ളി ഉള്ളത്. പിന്നെ ഓണാശംസകൾ. സരസ്വതി ചേച്ചി എവിടെ പോയി? കടയിൽ പോണു. ഓണസാധനം ഒന്നും മേടിച്ചില്ലേ? ഓണസാധനം ഒന്നും മേടിച്ചില്ല. ഒന്നും മേടിച്ചു? അതൊന്നും മേടിക്കുന്നില്ല. വേണ്ട. അത് നമ്മുടെ MG ഹയർ സെക്കൻഡറി സ്കൂളിലെ പാചക തൊഴിലാളിയാണ്. വർഷങ്ങളായിട്ട് ഞങ്ങൾക്കൊക്കെ തന്നെ MG സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ തന്നെ ചേച്ചി അവിടെ ഉണ്ട്. അത് പൊതുവെ ചേച്ചിയുടെ ഒരു നേച്ചർ അങ്ങനെയാണ്, അല്ലാതെ അങ്ങനെയാണ്. പിന്നെ വീണ്ടും ചടയമംഗലം ടൗണിലേക്ക് ജംഗ്ഷനിലേക്ക് വീണ്ടും നമ്മൾ വരികയാണ്. ജംഗ്ഷനിൽ നമുക്ക് രേവതി ബുക്സ് എന്ന് പറഞ്ഞൊരു ബുക്ക് സ്റ്റാളുണ്ട്. ചടയമംഗലം ജംഗ്ഷനിൽ ആകെയുള്ള രേവതി ബുക്സ് നമുക്കൊരു പിന്നെ ഒരു മൊബൈൽ കട നമുക്ക് ഒന്ന് പരിചയപ്പെടാം. അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. എങ്ങനെയാണ് ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓണം എങ്ങനെ ഉണ്ടായിരുന്നില്ല? എങ്ങനെയുണ്ട്? കച്ചവടമൊക്കെ മോശമാണ്. പ്രത്യേകിച്ച്